നമുക്കിന്ന് കിട്ടിയേക്കുന്നത് നല്ല വെള്ളക്കോരയാണ് കേട്ടോ. കുറച്ച് തോന മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നോക്കാം. ഇവിടേക്ക് ഇതിന് വെള്ളക്കോര എന്നാണ് പറയുന്നത്. അപ്പം ഞാനിതിൻ്റെ ഈ ചുണങ്ങൊക്കെ ഒന്ന് പുതർന്ന് കിട്ടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതൊക്കെ വേഗം കൊണ്ട് കത്തിയോണ്ട് ആക്കുണ്ടെങ്കിൽ വേഗം കൊണ്ട് പോരും. അതിന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ആദ്യം തന്നെ വെള്ളക്കോരൻ്റെ 2 ഭാഗത്തുള്ള ചിറക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചുവപ്പ് കോരയാണെങ്കിൽ ഇതിൻ്റെ മുള്ളിനൊക്കെ നല്ല മൂർച്ച ഉണ്ടാവും. ഇതിൻ്റെ മുള്ളിനൊന്നും വലിയ മൂർച്ച ഇല്ല കേട്ടോ. ചുവപ്പ് കോരേൻ്റെ മുള്ളൊക്കെ പലപ്പോഴും എൻ്റെ കയ്യിൽ തറയ്ക്കും. നല്ല കടച്ചലാണ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള്ളും കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ചുണങ്ങ് നമുക്കിങ്ങനെ ചുരണ്ടിയെടുക്കാം. ഇത് നന്നായി തേങ്ങ അരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇത് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ഈ മത്തി, ഇങ്ങനെയുള്ള കോര, അങ്ങനത്തെ മീനൊക്കെ നല്ല ചുണങ്ങുണ്ടാവും. അതിലൊക്കെ ഒന്നും പിന്നെ അത്ര ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ 2 ഭാഗത്തുള്ള ചുണങ്ങം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുണങ്ങൊന്നുമില്ല. ഇനി ഇതിൻ്റെ വാല് നമുക്ക് കട്ട് ചെയ്യാം. വാലൊന്നും ഉറപ്പില്ലാത്ത വാലാണ്, ഇങ്ങനെ കൊടുമ്പേ പോരുന്നുണ്ട്. അപ്പോൾ വാലും കട്ട് ചെയ്ത് ഇനി നമുക്ക് തലയാണ്. തലയുടെ ഏകദേശം ഇറച്ചി തീരുന്ന തല തുടങ്ങുന്ന ഭാഗം ഇറച്ചി തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതാ കട്ട് ചെയ്തു. തല വേറെയാക്കി. തല നമുക്ക് വേണ്ട. ഇത് പിന്നെ ഇതിൻ്റെ വയറൊന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അതേ മുറിച്ച് ചെയ്യും. ഇതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തല ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇത്തിരി മഞ്ഞൾ, ഇച്ചിരി ഉപ്പും, ഇത്തിരി ചോറിൻ്റെ കൂടെ ഈ വേസ്റ്റൊക്കെ പൂക്കിയിട്ട് ഇത്തിരി ചോറിൻ്റെ കൂടെ ഇത്തിരി അരിയിട്ട് വേവിച്ചിട്ട് അവർക്ക് കൊടുക്കാറാണ്. അപ്പോൾ തല ഞാൻ ഒഴിവാക്കാറില്ല. അപ്പോൾ നമുക്കിതൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് കഴുകാൻ പോവുകയാണ്. അപ്പോൾ കഴുകുമ്പോൾ എപ്പോഴും ഇത്ര വലിയൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ചുണങ്ങൊക്കെ ഉള്ളത് വേഗം വൃത്തിയായി കിട്ടും. ചെറിയ പാത്രം വൃത്തിയായി കിട്ടുക. അപ്പോൾ നമ്മൾ ഇത് കഴുകാൻ പോവുകയാണ്. അപ്പോൾ അതേ മീനൊക്കെ നന്നായിട്ട് കഴുകി മുറിച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ കഴുകിയ വെള്ളമാണ് ഇട്ടത്. ഇത് മൊത്തമായിട്ട് ഞാൻ കഴുകുന്നതിനനുസരിച്ചിട്ട് ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കും. എന്നിട്ട് അതിലേക്ക് കുറേ വെള്ളം പാടെ ഒഴിച്ചിട്ട് ആ വെള്ളം ഞാൻ ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല പൂവിട്ട് നിൽക്കും. പിന്നെ നല്ല കൃഷി വെണ്ട, തക്കാളി അങ്ങനെയുള്ള ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിക്കാൻ നല്ല കായ് പിടിക്കും. പിന്നെ ഔഷധ സസ്യങ്ങളുടെ ചോട്ടിലൊന്നും ഒഴിക്കാറില്ല. തുളസി, മറ്റേ ആര്യവേപ്പ്, കഞ്ഞിക്കൂർക്കൽ അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്നും ഒഴിക്കാറില്ല. ബാക്കി എല്ലാ ചെടീൻ്റെ ചോട്ടിലും വെള്ളം തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചാൽ നല്ലതാണ്. എൻ്റെ ഒരു തെങ്ങ് കായ്ക്കാതെ നിന്ന തെങ്ങാണ്. അപ്പോൾ ഞാൻ വേസ്റ്റ് വരുന്ന ഇങ്ങനത്തെ വെള്ളവും വേസ്റ്റ് എല്ലാം ഞാൻ ആ തെങ്ങിൻ്റെ ചോട്ടിൽ കൊടുപ്പോൾ നല്ല കായ്ഫലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വെള്ളം കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. നമുക്ക് പുറത്തേക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കും. അങ്ങനെ തന്നെ ഒഴിക്കരുത്. ഇതിലേക്ക് കുറേ പച്ചവെള്ളം ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്